ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികളാണ് വെടിയേറ്റ് മരിച്ചത്. പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരരാണ് ഈ ആക്രമണം നടത്തിയതും. ഇന്ത്യൻ ജനതയ്ക്കിടയിൽ വലിയ അസ്വസ്ഥതയാണ് ഈ ആക്രമണത്തെ തുടർന്നുണ്ടായത്. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജമ്മു കശ്മീരിനെ ആക്രമിച്ച ഭീകരരെ സ്വാതന്ത്ര്യസമര സേനാനികളെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിന്റെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള വിവാദ പരാമർശം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. പുൽവാമ ആക്രമണത്തിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചു. ഇപ്പോൾ 26 വിനോദസഞ്ചാരികളാണ് പാകിസ്ഥാൻ തീവ്രവാദികളുടെ തോക്കിനിരയായത്. പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഇഷാഖ് ദാർ പഹൽഗാം തീവ്രവാദികളെ സ്വാതന്ത്ര്യസമര സേനാനികളെന്നാണ് വിളിച്ചത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം തീവ്രവാദ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. പാകിസ്ഥാൻ പിന്തുണയുള്ള ലഷ്കർ-ഇ-തോയ്ബ സംഘടനയുടെ അനുബന്ധ സ്ഥാപനമാണിത്. അതായത് ആക്രമണത്തിൽ പാകിസ്ഥാൻ നേരിട്ട് പങ്കാളിയാണെന്നാണ്. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചു. ജമ്മു കശ്മീരിലെ ആക്രമണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. അതേസമയം ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം നടത്തിയവരെ സ്വാതന്ത്ര്യസമര സേനാനികളായി പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ധിക്കാരപൂർവ്വമാണ് പ്രശംസിച്ചത്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാം ജില്ലയിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യസമര സേനാനികളായിരിക്കാം. ഇന്ത്യ നേരിട്ട് പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല. പ്രതികാരത്തിന് പ്രതികാരമെന്ന നിലയിൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഇഷാഖ് ദാർ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇഷാഖ് ദാറിന്റെ പ്രസംഗം. സിന്ധു നദീജല കരാർ റദ്ദാക്കുക, പാകിസ്ഥാനികൾക്കുള്ള വിസ റദ്ദാക്കുക, പാകിസ്ഥാനികൾ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിടുക, ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിലെ ജീവനക്കാരുടെ എണ്ണം 56-ൽ നിന്ന് 30-ആയി കുറയ്ക്കുക തുടങ്ങിയ കടുത്ത നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് തീവ്രവാദികളെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇഷാഖ് ദാർ പ്രസംഗത്തിൽ സംസാരിച്ചത്. അതുപോലെ ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളും തിരിച്ചടിക്കും. ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാൻ ജനതയെ ബാധിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളും സുരക്ഷിതരായിരിക്കില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു.